Oh baby. Dua. Dua. നമുക്ക് ഉമ്മയുടെ അടുത്ത് പോവാ. ഉമ്മയുടെ ഉമ്മ അവിടെ എന്തോ നോക്കിയിട്ടുണ്ടല്ലോ. ഇഫ്നു, ഞാനൊരു ചാലഞ്ച് ആയിട്ടാണ് വന്നേക്കണം കേട്ടോ. ഞാൻ വിചാരിച്ചു നിനക്കൊരു ചാലഞ്ച് തരാമെന്ന്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 10 ദിറംസിൻ്റെ ഉള്ളിലുള്ള ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ 10 ദിറംസ് വെച്ചിട്ട് ഫുൾ ഡേ മീല്. ആ അത് ഞാൻ യൂട്യൂബിൽ നിന്നൊക്കെ നമുക്ക് കയ്യിൽ കാശ് കിട്ടിയതിന് ശേഷം നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഈ ഒരു 10 ദിറംസ് ഞാൻ നിങ്ങൾക്കിപ്പോൾ തരികയാണ്. 10 ദിറംസ്. ഈ 10 ദിറംസ് വെച്ചിട്ട് ഇന്നിപ്പോൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തോ എന്ത് സാധനം ഇപ്പോൾ. അതെ, ഈവൻ ഞാൻ വീട്ടിൽ നിന്നത്തെ സബോളയും തക്കാളി ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അത് വാങ്ങണമെങ്കിൽ പോലും ഇതിൽ നിന്ന് എടുക്കണം. ഇപ്പോൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിലൊക്കെ സബോളയും തക്കാളിയോ മുട്ട വെള്ളം ഇതിൽ നിന്ന് വാങ്ങണം കേട്ടോ. പിന്നെ എൻ്റെ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിക്കോ. അല്ലാണ്ട് പിന്നെ ചാലഞ്ച് എന്ന് പറയുന്നത് പിന്നെ എന്താ? ഇല്ല 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 കുഞ്ഞു ബോട്ടിൽ വെള്ളം ഒരു ബോട്ടിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വലിയ ബോട്ടിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഒരു 1.5 ദിറംസ് വെള്ളം. ആക്ച്വലി ഞാൻ 5 ദിറംസ് തന്നിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഞാൻ മാറ്റി 10 ദിറംസ് ആക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ചാലഞ്ച്. ഇഫ്നു ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്യൂ. എന്താ രൂപ പറയുന്നത്? രൂപ ഓക്കെയാണോ? ഓക്കെയാണോ പറഞ്ഞു. അപ്പൊ വെള്ളം വാങ്ങാൻ മറക്കണ്ട. എന്താ ഫിനോ, കപ്പ് നൂഡിൽസ് ഒക്കെ എടുക്കാനുള്ള പ്ലാനിങ് ആണോ ഉള്ളത്? എന്താ സൂപ്പ് ഉണ്ടാക്കി കുടിച്ചോ. സൂപ്പിന് 5.75 ഒക്കെ ഉണ്ട് കേട്ടോ സൂപ്പ്. എനിക്ക് അത് ടേസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? അപ്പൊ വിശന്ന് പട്ടിണി കിടക്കോ? പക്ഷെ പട്ടിണി കിടക്കണ പോലെ ആക്കാൻ പാടില്ല കേട്ടാ. ഫുഡ് എന്ന് പറഞ്ഞാൽ മീൽ തന്നെ കഴിക്കണം കേട്ടാ. മൊത്തം 10 ദിറംസിന് ഇന്ന് ഇപ്പൊ ഇവിടുന്ന് വാങ്ങാണ്ട് ഇപ്പൊ വല്ല അരിയായിട്ട് വീട്ടിൽ നിന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ എടുക്കാട്ടാ. മീൻസ് അരിയൊക്കെ വീട്ടിൽ നിന്ന് ഒരു ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ എടുക്കുമ്പോൾ ഞാൻ വേണമെങ്കിൽ ഒരു 10 ഫിൽസ് അങ്ങനെയൊക്കെ ആയിട്ട് വേണമെങ്കിൽ കണക്ക് കൂട്ടാം. ഞാൻ ഇതിന് തന്നെ വാങ്ങിച്ചോളാം. ഇതിപ്പോ എന്തായാലും ഞാൻ ഇത് ജസ്റ്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, നോക്കട്ടെ. എന്താ പണ്ട് പ്രവാസികൾ കഴിച്ച പോലെ നീ കുബൂസും തൈരും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണോ? ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ഈ ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗട്ടില് അതിനകത്ത് റേറ്റ് കാണില്ല. അപ്പൊ അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അങ്ങനത്തെ യോഗട്ടിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് വാങ്ങിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കി നോക്കാം. സ്ട്രോബെറി യോഗട്ട് എടുത്തപ്പോ അതിന് സ്ട്രോബെറി ഇട്ട് കഴിക്കണം. സ്ട്രോബെറിക്ക് ഭയങ്കര വെയിറ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച് മാംഗോ എടുത്താലാണ്. അത് മാത്രല്ല മാംഗോക്ക് 1.55 മറ്റേതാണ് 1.75. അത് ചിലപ്പോൾ നല്ല ഓപ്ഷൻ ആയിരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ മാംഗോ യോഗട്ട് എടുത്തിട്ടുണ്ടേ. ഓക്കെ, അപ്പൊ നേരത്തെ സൂപ്പിന്റെ ഒപ്പം മാംഗോ യോഗട്ട് കൂടി വെക്കണ്ടല്ലേ? ഓക്കെ, മാംഗോ ഒരു മാംഗോ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല റേറ്റ് ആവും കേട്ടോ. ഞാൻ ചെറിയ മാംഗോ ഇല്ല, ഇതിൽ നിന്നൊരു മാംഗോ എടുത്തോ. ഇത് 7.99 ഉള്ളൂ. ഒരു മാംഗോ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 ദിറംസിൻ്റെ ഒക്കെ അടുത്ത് വരുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ മാംഗോയിന്ന് ഈ ഒരു ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് അവിടെ വെയിറ്റ് നോക്കാം. എത്ര ഉണ്ട്? ഇതിന് 1.76. ഞാൻ വിചാരിച്ച 1 വരുള്ളൂ. ഇഫ്നുദാ വെള്ളം തപ്പി നടക്കുന്നുണ്ട്. വെള്ളം എവിടെ നിന്ന് കിട്ടുക? എന്താ റൂമൂൾക്ക് എൻ്റെ മൈക്ക് കണ്ടിട്ടാന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് കുറച്ച് നേരമായി ചാടി കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെള്ളം നോക്കുന്നുണ്ട്. പിന്നെ മൈദുബായ് ഒന്നും എടുക്കണ്ട. മൈദുബായ്ക്കൊക്കെ റേറ്റ് കൂടുതലാണ്. ആ 150 കേട്ടോ. എടുത്തോ, 1 ദിറംസിന്റെ വെള്ളം എടുത്തോ. നല്ല നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ.
ചെറുതല്ലേ ഇത് ഏതാ അല്ലമീൻ ജുൽഫ എന്ന് പറഞ്ഞ സാധനത്തിനാണ് റേറ്റ് കുറവ് കിട്ടുക. അല്ലമീനൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ. അല്ലമീന് 145 ആണ്. മറ്റേ സാധനം ഇല്ലാന്ന് തോന്നുന്നു എനിക്ക്. അതവിടെ ഒന്നും കാണാനില്ല. 1ന്റെ വെള്ളമില്ല, 150 സുൽഫ ഓയസിസ്. ഇത് സുലാലുണ്ട് കേട്ടോ 125ന്റെ. ഓക്കെ, നമ്മൾ സുലാൽ ഡ്രിങ്കിങ് വാട്ടർ എടുക്കുന്നുണ്ട്. എന്തോ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ചീസ് മാത്രം പക്ഷെ 2.75 പൈസ എത്ര? 2.75 3ന്റെ ഉള്ളിലുള്ളൂ. വേറെ ഞാൻ കാണിച്ചു തരട്ടെ. പക്ഷേ ഇവിടെ വേറെ ഓപ്ഷൻ എന്താന്ന് പറഞ്ഞാൽ നോക്ക്, 2 ദിറംസിന് ഈ ഒരു ചീസ് സോസേജ് റോള് വാങ്ങിച്ചാൽ എനിക്ക് പിന്നെ കറക്റ്റ് 1 ദിറംസിന് ഈ പപ്സം വാങ്ങി. അപ്പൊ കറക്റ്റ് 3 ആയി. അല്ല, നിങ്ങിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ? വല്ല ചായ കുടിക്കുന്ന ടൈമിലാ അങ്ങനെയൊക്കെ എന്തെങ്കിലും വല്ല ചിപ്സ് ആയിട്ട് വാങ്ങി കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ വിശക്കുമ്പോൾ തിന്നാനൊക്കെ. 275 ഉണ്ടായി, കുറച്ച് ബാക്കിയുണ്ട് തോന്നുന്നു, നോക്കണം. താഴെ നൂഡിൽസ് ഉണ്ട് 1.5 ദിറംസ്. പിന്നെ അതിൻ്റെ മേലെ ഉണ്ടല്ലോ ഷെസ്വാൻ ഹോട്ട് ഗാർലിക് എന്നൊക്കെ പറഞ്ഞിട്ട് 1.50 ഉള്ളൂ. പക്ഷെ ഇതൊരു തുണ്ടുള്ളൂ. എന്താവാനാ ഡിന്നറിന്? ഇവിടെ 0.99 എന്തുണ്ട്? ഇതെന്തിനാണ്? ഇതൊന്നല്ല ഇത് രണ്ടെണ്ണം വാങ്ങിച്ചോ. വെജിറ്റബിൾ ഭയങ്കര സന്തോഷമായി. എന്താന്ന് വെച്ചാൽ 0.99 ആണ്. ഇവിടെ താഴെ 2 നൂഡിൽസ് ഉണ്ട്. ഈ ഒരു സിനാൻ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ വെജിറ്റബിൾ ഫ്ലേവർ ഉണ്ട്, പിന്നെ ഷ്രിംപ് ഫ്ലേവർ ഉണ്ട്, പറഞ്ഞ പോലെ ഉണ്ട് കറി. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഞാൻ 2 ഷ്രിംപ് ഫ്ലേവർ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് എന്ത് മാറ്റിയിട്ടാണ് എടുക്കുന്നത്? അതോ ഏതിന് പകരം? അതോ സൂപ്പ് മാറ്റാം? സൂപ്പിനെക്കാട്ടി ഇത് ഇത്രയും കിട്ടിയില്ലേ ക്വാണ്ടിറ്റി. ഓക്കെ, വിശപ്പ് അത്യാവശ്യം മാറും. ഇത് നല്ലൊരു ഓപ്ഷനാന്ന് തോന്നുന്നുണ്ട്. ഇത് മാറ്റിയിട്ടാണ്. അതെ, അപ്പോൾ കുറച്ച് കാശ് നമുക്ക് കയ്യിൽ കിട്ടുകയും ചെയ്യും. ലഞ്ചിനാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, പിസ്സ കിട്ടിയല്ലോ, വിചാരിക്കാണ്ട് പിസ്സ കിട്ടും. പിന്നെ ഇതും കുഴപ്പമില്ല, ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ളതാണ്. ഇനി എന്തെങ്കിലും ചിപ്സ് ആയിട്ട് വാങ്ങിക്കോ, ഇടയിൽ എന്തെങ്കിലും കഴിക്കാലോ. അപ്പൊ നമുക്കിത് കൗണ്ട് ചെയ്ത് നോക്കിയാൽ ഇനി എത്ര ബാക്കി വരുന്നു. ഓക്കെ ഓക്കെ, എന്നാ മോളെ പിടിക്കും, ഞാൻ കൗണ്ട് ചെയ്താൽ. $155 എന്നല്ലേ പറഞ്ഞേ ഇതിന്? 155 അല്ലേ? അപ്പോൾ 155 പ്ലസ് മാംഗോ 176 പ്ലസ് പിന്നെ വാട്ടറിന് 1.45 പ്ലസ് 2 നൂഡിൽസ് 0.99 പ്ലസ് 0.99 പ്ലസ് നമ്മളെ ഇത് 2.75. അതാണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം കേട്ടോ. പക്ഷെ അത് അത്യാവശ്യം ഇപ്പോൾ 9.49 ആണ്. ഞാൻ നമുക്കൊരു 51 ഫിൽസിന്റെ സാധനം കൂടി, അതായത് ഒരു ചിപ്സ് വാങ്ങാൻ പറ്റില്ല അല്ലേ? ഒരു ചിപ്സ് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ ചിപ്സ് നോക്കിയിട്ട് വന്നപ്പം എനിക്ക് 0.50ക്ക് ഫിൻസ് കിട്ടിയിട്ടാ. ഈ ഒരു ക്രീമി ചെഡാർ ഉണ്ട്. അപ്പം ഞാൻ ഇത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പം നമ്മളെ 10 ദിറംസ് ഉള്ള സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് പോയിട്ട് ബില്ല് ചെയ്യാം. ഈ ഇതിൽ ബാക്കിയുള്ള സാധനം നോക്കണ്ട, അത് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിയതാണ്. പക്ഷെ അവളുടെ 10 ദിറംസിൻ്റെ സാധനം എടുത്തിപ്പോൾ വെക്കും. എന്താ സന്തോഷം നോക്കി. 2 സൂപ്പും കൂടിയും കഴിഞ്ഞിട്ട് എന്താ പറയാ, വെള്ളം പറഞ്ഞിട്ടില്ല കേട്ടാ. അപ്പൊ ഇതാണ് നമ്മളുടെ ബില്ല് വന്നത് 9.71. ഒരു 29 ഫിൽസ് കുറച്ചിട്ടാണ് എടുത്തേക്കണത്. അത് നോക്കാം നമുക്ക്.
എന്തായാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ. നമുക്ക് നോക്കി നോക്കാം ഇനി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമല്ലോ എന്നുള്ളത്. ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും. വിശന്നിട്ടിരിക്കണ പോലെ ഇരിക്കാൻ പാടില്ല കേട്ടാ. തലാറങ്ങണ്ടെങ്കിൽ പാലൊക്കെ കൊടുക്കണല്ലേ. ഇതിപ്പോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു. അത്യാവശ്യം സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നാളെ ഞാന് ഇതൊക്കെ കഴിക്കും. എന്നിട്ട് ആ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ ഓക്കെ. See you tomorrow. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്നലെ നമ്മളെ 10 dirhamsന് പർച്ചേസ് ചെയ്യുക എന്നുള്ള ഒരു ടാസ്ക് ഞാൻ നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് ആ ഒരു വാങ്ങിച്ച ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഇന്ന് ഒരു ഡേ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്ന മെയിൻ ചാലഞ്ച്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമായി. ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, നമ്മൾ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മൊത്തം ഈ ഒരു ബോട്ടിൽ മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എണീച്ചപ്പോൾ തന്നെ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഞാൻ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് വാങ്ങിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ അതേ ഈ ഒരു മാംഗോ യോഗേർട്ട് ഉണ്ട്. അപ്പോൾ ഈ മാംഗോ യോഗേർട്ട് ആദ്യം നമുക്ക് പൊട്ടിച്ചിട്ട് ഒരു ബൗളിലിടാം. ഓ, ഇത് കാണുന്ന പോലെ അല്ല കേട്ടോ, ഇത് ഫുള്ളില്ല, ഇതിൻ്റെ ഹാഫ് ഉള്ളൂ യോഗേർട്ട്. ഇനി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാനുള്ള മാംഗോ കട്ട് ചെയ്യാം. ഇതേ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ഞാൻ അവിടെ ഉള്ളതിൽ ചെറിയ മാംഗോ നോക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതിനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ആ ബൗളിലിടാം. എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മളുടെ മാംഗോ യോഗേർട്ട് ബൗളിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. കണ്ടിട്ട് ഇങ്ങനെ ഇവിടെ ഇപ്പോൾ ഫുള്ളൊരു മാംഗോ സ്മെല്ലാണ് കേട്ടോ. ഈ ഒരു യോഗേർട്ടിൻ്റെയും മാങ്ങയുടെ ഒക്കെ കൂടിയിട്ട് നല്ലൊരു ടെംപ്റ്റിങ് സ്മെല്ലാണ്. ഇനി ഇത് എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം. മാങ്ങ മധുരമൊക്കെ ഉണ്ടാവും. അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ടൈം ഒരു 12:15 ആയിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഉച്ചക്കലത്തെ ലഞ്ച് കഴിക്കാനുള്ള ടൈം ആയിട്ടില്ല. ഞാൻ രാവിലെ നേരത്തോടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കാരണം എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഇപ്പം നമുക്ക് ഈ ഒരു സ്നാക്ക് കഴിക്കാമെന്ന്. ശരിക്കും ഞാൻ വൈകുന്നേരം ടൈമിൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല വിശക്കുന്നുണ്ട്. അത് കാരണം ഞാൻ ഇതേ ഇപ്പോൾ ഈ ഒരു സംഭവം കഴിക്കണം കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ ലഞ്ച് കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ ലഞ്ചിന് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ചീസി പിസ്സയാണ് കേട്ടോ. അപ്പോൾ ഇതേ പിസ്സ ഞാൻ 4 പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിസ്സ ജസ്റ്റ് ഇന്നലെ വാങ്ങിച്ചതല്ലേ, അപ്പോൾ ഓവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതാണേ. കഴിച്ചു നോക്കാം. പ്രത്യേകിച്ച് വേറെ ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ, ജസ്റ്റ് ഒരു ചീസി ടേസ്റ്റ്. വലിയണൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ നൂഡിൽസ് ഒക്കെ പിടിച്ച് നിൽക്കണ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ ഡിന്നർ ടൈം ആയി നൂഡിൽസ് ഉണ്ടാക്കാൻ വന്നേക്കാണെന്ന്. അല്ല, ഇപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ ഒരു 5:30 അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും എനിക്ക് വിശന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് തോന്നി. അപ്പോൾ ഇനി എൻ്റെ കയ്യിൽ ആകെ നൂഡിൽസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നൂഡിൽസ് ഉണ്ടാക്കാം. 2 പാക്കറ്റ് ഉണ്ടല്ലോ, 2 പാക്കറ്റും ഉണ്ടാക്കാം. കുറച്ച് ഇപ്പോൾ കഴിക്കാം, കുറച്ച് രാത്രി കഴിക്കാമെന്ന്. നമുക്ക് നോക്കി നോക്കാം. വിശക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ, ഈ ഒരു ചാലഞ്ച് ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാം. ഞാനിതേ ഈ നൂഡിൽസിൽ നിന്ന് ഒരു പകുതി എടുത്തിട്ടുണ്ട് ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കഴിച്ച് നോക്കിയിട്ട് പറയാം എന്താ അവസ്ഥ.
കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷ്രിംപ് നൂഡിൽസാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഷ്രിമ്പിൻ്റെ ടേസ്റ്റ് ഒന്നും വന്നിട്ടില്ല. നമ്മൾ നോർമൽ നൂഡിൽസ് കഴിക്കണ പോലെ തന്നെ. അപ്പം ഞാനിത് എന്തായാലും ഇത് കഴിക്കട്ടെ. ഇപ്പം ഇതേ രാത്രി ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാനുള്ള ടൈമായി. ഞാൻ നേരത്തെ നൂഡിൽസ് കഴിച്ചതാണല്ലേ, അതിൻ്റെ ബാക്കി നൂഡിൽസ് ആണ് കേട്ടോ ഞാനിപ്പോൾ കഴിക്കണത്. ഇതേ ഇത്രയും നൂഡിൽസ് ബാക്കിയുണ്ട്. അപ്പം നമുക്കത് കഴിക്കാം. ഈ നൂഡിൽസ് സംഭവം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ ഫ്ലേവറൊന്നുമില്ല. ഇപ്പം ഷ്രിംപ് നൂഡിൽസ് ആണല്ലോ, പക്ഷേ ഷ്രിമ്പിൻ്റെ ഫ്ലേവറും ഇല്ല, ചെറിയൊരു സോൾട്ടി ഫ്ലേവർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന് എന്തോ ഒരു ടേസ്റ്റ് ഉണ്ട്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മളിത് കഴിക്കുകയാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. എനിക്ക് ഇനിയും വിശക്കുമെന്ന് വിചാരിച്ച് ഈ ഒരു നൂഡിൽസ് ഇങ്ങനെ അപ്പോഴും ഇപ്പോഴൊക്കെ ആയി കഴിച്ച കാരണം കൊണ്ട് ഒന്ന് സെറ്റായിട്ടാ. അതെന്തായാലും നന്നായി, അല്ലെങ്കിൽ വലിയ ക്വാണ്ടിറ്റി ആയിരുന്നു രാത്രിക്കേക്ക്. നമുക്കിത് കഴിക്കാം. അങ്ങനെ ടാസ്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. എന്താ പറയാളെ, വിചാരിച്ച ഞാന് 10 dirhamsന് വാങ്ങുന്നു, ഇത് കംപ്ലീറ്റ് ചെയ്യും. ഇപ്പൊ 10 dirhamsന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തേ. മൈക്ക് ഉണ്ട്. ആക്ച്വലി ഞാൻ ഫുഡ് എടുക്കണ കണ്ടപ്പോൾ ഞാൻ വെച്ചു ക്വാണ്ടിറ്റി ഒക്കെ കുറഞ്ഞു പോയാ എന്നൊക്കെ തോന്നി എനിക്ക്. ഇപ്പോൾ വിശപ്പ് മാറാനുള്ള സാധനമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ രാവിലത്തെ ഫുഡ് കഴിക്കാനായാലും വിശപ്പ് മാറാനുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഒരു റിഫ്രഷിങ് ഫീൽ ആയിരുന്നു. ആ ഒരു അടിപൊളി രാവിലെ തണുത്ത് കഴിച്ചിട്ടിരിക്കും. ഫ്രൂട്ടും അങ്ങനത്തെ സാധനം. കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പിന്നെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്ത കാരണം വൈകുന്നേരത്തിന് വെച്ച് ചിപ്സ് എടുത്ത് കഴിച്ചു. ഇങ്ങനെ മാനേജ് ചെയ്തെന്നുള്ളതാണ് എനിക്ക് ഡൗട്ട്. എന്തെങ്കിലൊക്കെ ഇങ്ങനെ പറക്കി ഇങ്ങനെ തിന്നാം. പിന്നെ വെള്ളം ബോട്ടിൽ ഞാൻ എത്ര ബാലൻസ് ഉണ്ട് കാണിച്ചു കൊടുത്തേ. അപ്പൊ വെള്ളം കുടിച്ച് ഉറങ്ങണതിന് മുന്നൊക്കെ ആയിട്ട് കുടിച്ച് തീർക്കാലോ. അങ്ങനെ അപ്പോൾ എനിക്ക് പിന്നെ വേറെന്താ തോന്നിയെന്ന് ക്വാണ്ടിറ്റി കുറഞ്ഞു പോയോ, ഇനി വിശക്കില്ലേ അങ്ങനെയൊക്കെ തോന്നിപ്പോയി. വേറെ എന്തെങ്കിലും കുറച്ച് വെറൈറ്റി ഏറ്റവും ലാഭമായത് എനിക്ക് തോന്നുന്നു നൂഡിൽസ് ആയിരിക്കും. നൂഡിൽസ് 2 എണ്ണം വാങ്ങിച്ചോണ്ടാണ് എനിക്ക് ഇങ്ങനെ വിശപ്പ് മാറിയത് കേട്ടോ. ചിലപ്പോ നമ്മൾ കുറച്ച് റേറ്റ് ഉള്ള ഒറ്റ നൂഡിൽസ് വാങ്ങുകയാണെങ്കിൽ എനിക്ക് എന്തായാലും വൈകുന്നേരം ആകുമ്പോ നല്ല വിശക്കുമായിരുന്നു. ഇനി അടുത്ത കാര്യം പറ. അപ്പോ ഇഫ്നു സക്സസ്ഫുള്ളി അത് പറഞ്ഞു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇനി ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഗിഫ്റ്റ് തരും. എന്റെ കയ്യിൽ ഇപ്പൊ ഗിഫ്റ്റ് ഒന്നുമില്ല. എന്താ എന്തെങ്കിലും വാങ്ങിച്ചതാ? ഞാൻ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഗിഫ്റ്റ് വാങ്ങിയിട്ട് ഇഫ്നുവിന് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ട്രീറ്റ് ആയിട്ട് എനിക്ക് നല്ല അടിപൊളി പിസ്താഷ്യോ കുനാഫ വാങ്ങിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇതിനുള്ളിൽ ചീസ് ഉണ്ടാവും. കണ്ടപ്പോൾ ചെറുതായിട്ട് തോന്നി, പക്ഷേ സാധനം രസമുണ്ട്. ഹാപ്പി ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിനുള്ള ഗിഫ്റ്റാണ്. ഇനി ഇതുപോലത്തെ അടുത്തടുത്ത ചാലഞ്ചസ് ആയിട്ട് ഇഫ്നു വീണ്ടും വരുന്നതായിരിക്കും. എനിക്ക് ഈ ചാലഞ്ച് അല്ല, ഇനിയും നമ്മൾ അടിപൊളി ചാലഞ്ചസ് ആയിട്ട് വരും. അപ്പോ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും